മുതലയുടെ വായിൽ നിന്ന് ടേപ്പ് എടുക്കാൻ അവൻ ശ്രദ്ധാപൂർവ്വം കൈനീട്ടിയപ്പോൾ നായ പെട്ടെന്ന് മുകളിൽ നിന്ന് ഉച്ചത്തിൽ കുരയ്ക്കാൻ തുടങ്ങി. അവൻ നായോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് വീണ്ടും ശ്രമിച്ചു. പക്ഷേ മുതല ഇതിനകം നായയുടെ കുരയിൽ നിന്ന് ഉണർന്നിട്ടുണ്ടെന്നും ആക്രമിക്കാൻ കാത്തിരിക്കുകയാണെന്നും അവന് മനസ്സിലായില്ല. ഭാഗ്യവശാൽ അവൻ കൃത്യസമയത്ത് കൈ പിന്നിലേക്ക് വലിച്ച് ടേപ്പ് എടുത്തു. രക്തസ്രാവം നിർത്താൻ അവൻ അത് ഉപയോഗിച്ച് കാമുകിയുടെ മുറിവിൽ കെട്ടി. പക്ഷേ ഇരുവർക്കും ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോഴും മുതലയാണ്. കാരണം അവർ 50 അടി ആഴമുള്ള ഒരു നീന്തൽ കുളത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. അത് എപ്പോൾ വേണമെങ്കിലും അവരെ ഇരയാക്കാം. അപ്പോഴാണ് അവൻ ഡ്രെയിനെ ശ്രദ്ധിച്ചത്. പക്ഷേ വെറും കൈകളാൽ അത് തുറക്കാൻ കഴിയില്ല. തുടർന്ന് അവന്റെ കണ്ണുകൾ കാമുകിയുടെ മാലയിൽ പതിഞ്ഞു. മൂടിയുടെ ബോൾട്ടുകൾ അഴിക്കാൻ അത് ഉപയോഗിക്കാമെന്ന് അവന് തോന്നി. അപ്പോഴേക്കും മുതല മൂടിയിൽ കയറി. അവൻ ടേപ്പ് ഉപയോഗിച്ച് അതിനെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു. ഏതോ കാരണത്താൽ മുതല പിന്നുമാങ്ങി. മാല ഉപയോഗിച്ച് മൂടി തുറന്നു. കാമുകിയുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്കും മുതല പൈപ്പിലൂടെ ആദ്യം താഴേക്ക് പോയി. ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ അവർ 3 ദിവസമായി അവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. കാമുകിയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. അവൻ റിസ്ക് എടുക്കാൻ തീരുമാനിക്കുകയും പൈപ്പിലൂടെ താഴേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. 2 വഴികളുണ്ട്. അയാൾ അതിലൊന്ന് തിരഞ്ഞെടുക്കുന്നു. ഭാഗ്യവശാൽ അത് ശരിയായ വഴിയാണെന്ന് കണ്ടെത്തുന്നു. മുതല മറ്റേ വഴിയിലൂടെ താഴേക്ക് പോയിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ മുതല തിരികെ മുകളിലേക്ക് വന്നു. നേരെ കാമുകിയെ ആക്രമിക്കാൻ പോയി. അപകടം മനസ്സിലാക്കിയ നായ വീണ്ടും കുരയ്ക്കാൻ തുടങ്ങി. അവൻ തന്റെ കാമുകിയെ രക്ഷിക്കാൻ തുരങ്കത്തിലൂടെ തിരികെ ഓടി. കൃത്യസമയത്ത് അവൻ എത്തി മുതലയെ പിടിച്ച് വലിച്ചെറിയുന്നു. 3-ാം ഭാഗത്തിനായി സബ്സ്ക്രൈബ് ചെയ്യൂ.